പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ്. നമ്മൾ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതിന്റെ മറ്റു ഫംഗ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൽ രണ്ട് തരം ഇൻസ്ട്രുമെന്റ് ആണുള്ളത്. ഒന്ന് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റും മറ്റൊന്ന് ഡെപ്ത് ഇൻസ്ട്രുമെന്റും. ഓക്കെ, ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഓണർഷിപ്പ്, ഷെയർ എടുക്കുക, അങ്ങനത്തെ കാര്യം. ഡെപ്ത് ഇൻസ്ട്രുമെന്റ് പറഞ്ഞാൽ നമ്മൾ ഒരു ബോണ്ട് പോലുള്ളതാണ് ഡെപ്ത് ഇൻസ്ട്രുമെന്റ്. ആദ്യം നമ്മൾ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്. ഇക്വിറ്റി ഷെയർസ് റെപ്രസെന്റ് ഓണർഷിപ്പ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് നൽകുന്ന ഒന്നാണ് ഇക്വിറ്റി ഷെയർ. ഷെയർ ഹോൾഡേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു ഷെയർ ഇൻ ദ കമ്പനി പ്രോഫിറ്റ് ആൻഡ് ആൾസോ ഗെയിൻ ഓർ ലോസ് ബേസ്ഡ് ഓൺ ദ കമ്പനി പെർഫോമൻസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഷെയർ ഹോൾഡർക്ക് എന്ത് കിട്ടും? കമ്പനി പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടും. ആൾസോ ഗെയിൻ ഓർ ലോസ്, ലാഭവും വരാം നഷ്ടവും വരാം, ബേസ്ഡ് ഓൺ ദ കമ്പനി പെർഫോമൻസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനിയുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കുന്നത്. Types of equity shares. First one is right shares. These are new shares issued by a company to existing shareholders in proportion to their existing holding, usually at a discounted price. നിലവിലും ഒരു കമ്പനിയുടെ ഷെയർ എടുത്ത ആളുകൾക്ക് എന്ത് ചെയ്യാണ്? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് എന്ത് പറയാം? റൈറ്റ് ഷെയർസ് എന്ന് പറയാം. അത് അവരുടെ എത്രയാണോ ഷെയർ എടുത്തത് അതിന്റെ പ്രൊപ്പോർഷൻ ആയിട്ടാണ് കൊടുക്കുക. ഇതെന്ന് യൂഷ്വലി അറ്റ് ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് കൊടുക്കാറുള്ളത്. ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റൈറ്റ് ടു പർച്ചേസ് ദീസ് ഷെയർസ് ബിഫോർ ദ കമ്പനി ഓഫർ ദം ടു ദ പബ്ലിക്. പബ്ലിക്കിലേക്ക് ഈ ഷെയർ കൊടുക്കുന്നതിന് മുമ്പ് ഷെയർ ഹോൾഡർക്ക്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അത് പർച്ചേസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ടു റൈസ് അഡീഷണൽ ക്യാപിറ്റൽ വിതൗട്ട് ഡിലൂട്ടിങ് ഓണർഷിപ്പ് ടു മച്ച്. ഇത് കൊടുക്കുന്നത് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി, കമ്പനിക്ക് പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഓണർഷിപ്പിന് പകരം കൂടുതൽ നിലവിലുള്ളവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അടുത്ത ബോണസ് ഷെയർസ്. ദീസ് ആർ അഡീഷണൽ ഷെയർസ് ഗിവൻ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഷെയർ ഹെൽഡ്. ഇത് അഡീഷണൽ ഷെയർ കൊടുക്കുന്ന എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ഇല്ലാതെ, ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ്. എത്ര ഷെയർ അവരെടുത്ത് നിലവിലെടുത്തിട്ടുണ്ട് അതിന്റെ ബേസിൽ. ദേ ആർ ഇഷ്യൂഡ് ഔട്ട് ഓഫ് ദ കമ്പനീസ് അക്യുമുലേറ്റഡ് ഏർണിംഗ്സ് ഓർ റിസർവ്. ഇത് കമ്പനി അക്യുമുലേറ്റ് ഏർണിംഗ്സിലൂടെയും റിസർവിലൂടെയും അക്യുമുലേറ്റ് ചെയ്തതിന്റെ ഔട്ട് ആയിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുക. ടു റിവാർഡ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻക്രീസ് മാർക്കറ്റ് ലിക്വിഡിറ്റി വിതൗട്ട് റൈസിംഗ് ഫ്രഷ് ക്യാപിറ്റൽ. എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിവാർഡാണ്. ഇൻക്രീസ് മാർക്കറ്റ് ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യും വിതൗട്ട് റൈസിംഗ് ഫ്രഷ് ക്യാപിറ്റൽ. പുതിയൊരു ഫ്രഷ് ക്യാപിറ്റലിന് പകരം എന്താണ് കമ്പനിക്ക് പുതുതായിട്ട് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ആയിട്ട് ഷെയർ കൊടുത്തിട്ടാണ് ഇത് ലഭിക്കുന്നത്. അടുത്ത് ബ്ലൂ ചിപ്പ് ഷെയർസ്. These are shares of large, well-established and financially stable companies known as for their reliability, stability and strong performance. ഈ ബ്ലൂ ചിപ്പ് ഷെയർസ് എന്ന് പറയുന്നത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികൾ കൊടുക്കുന്ന ഷെയറിന്, വലിയ ഷെയറിനെയാണ് എന്ത് പറയുക? ബ്ലൂ ചിപ്പ് ഷെയർസ് എന്ന് പറയുന്നത്. അത് കമ്പനിയുടെ റിലയബിലിറ്റി, സ്റ്റെബിലിറ്റി, സ്ട്രോങ് പെർഫോമൻസ് കാണിക്കുന്നതാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഒക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. പർപ്പസ് ഓഫൺ സീൻ ആസ് സേഫ് ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ വിത്ത് steady റിട്ടേൺ ആൻഡ് റെഗുലർ ഡിവിഡൻഡ്. ഓക്കെ, ഇനി അടുത്ത ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്. ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോണ്ട് ആർ ഡെപ്ത് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ഗവൺമെന്റ് ടു റൈസ് ഫണ്ട്. ഇത് നമ്മൾ കടമായിട്ടാണ് കൊടുക്കുന്നത്, ഒരു ഡെപ്ത് ആണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബോണ്ട് ഇഷ്യൂ ചെയ്തു എന്ന് കരുതുക. ഒരു ഉദാഹരണം, എനിക്ക് എന്ത് ചെയ്യണം? ആ ബോണ്ട് തിരിച്ചു തരുമ്പോൾ ഞാൻ പൈസ കൊടുക്കണം, ഇത് കടമായിട്ട് കൊടുക്കുക. ഇത് ഗവൺമെന്റും കമ്പനികളും ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ആണ്. ഇൻവെസ്റ്റേഴ്സ് ഹു ബൈ ദിസ് സെക്യൂരിറ്റി ആർ ക്രെഡിറ്റേഴ്സ് ടു ദ ഇഷ്യൂർ. ആരാണോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരെന്ത് ചെയ്യാണ്? ബൈ ചെയ്യാണ് സെക്യൂരിറ്റി, ആർ ക്രെഡിറ്റേഴ്സ് ടു ഇഷ്യൂവേഴ്സ്. ഓക്കെ, അവരാണ് ക്രെഡിറ്റേഴ്സ് ടു ദ ഇഷ്യൂവേഴ്സ്. ഇനി ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്. കൺവേർട്ടബിൾ ബോണ്ട്. These are debentures that can be convertible into equity share of the issuing company after a certain period. കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വിറ്റി ഷെയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നിലവിൽ നമ്മൾ ഡിബെഞ്ചേഴ്സ് എടുത്ത ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നതും ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമാണ്. ഇക്വിറ്റി ഷെയർ ഓണർഷിപ്പ് ആണ്. ഇത് നമ്മൾ കടം കൊടുക്കുക എന്ന് പറയില്ലേ, എന്റെ കയ്യിൽ പൈസ ഉണ്ട്, അതെന്ത് ചെയ്യാണ്? ഞാൻ കമ്പനിയിലേക്ക് കൊടുക്കുകയാണ്, അതിന് നമുക്ക് പ്രോഫിറ്റ് ഇതൊക്കെ ലഭിക്കുന്നതാണ്. അപ്പം ഈ ഡിബെഞ്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതിനെ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയാം. ഓഫർ ദ ഇൻവെസ്റ്റർ ദ ഓപ്ഷൻ ടു കൺവേർട്ട് ഡെപ്ത് ഇൻ ടു ഇക്വിറ്റി ഇഫ് ദ കമ്പനി പെർഫോം വെൽ. അപ്പൊ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റർക്ക് ഇത് ഓപ്ഷന് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഡെപ്തിൽ നിന്ന് ഇക്വിറ്റിയിലേക്ക്. നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്. ദീസ് ആർ ഡിബെഞ്ചേഴ്സ് ദാറ്റ് കനോട്ട് ബി കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഇൻവെസ്റ്റർ റിസീവ് റെഗുലർ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആൻഡ് പ്രിൻസിപ്പൽ റീപേയ്മെന്റ് അറ്റ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ടബിൾ അല്ലാത്തതിനെ എന്ത് പറയാ? നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയാം. ഇവിടെ ലഭിക്കുന്നത് ഈ ഡിബെഞ്ചേഴ്സ് എടുത്ത ആളുകൾക്ക് എന്ത് ചെയ്യും?
റെഗുലർ ആയിട്ട് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കിട്ടും അവരെടുത്തതിന്. എന്ന് പറഞ്ഞാൽ ഞാൻ കമ്പനിക്ക് പൈസ കൊടുത്തു, ഡിബെഞ്ചേഴ്സ് എടുത്തു, അപ്പൊ എനിക്ക് എന്ത് ചെയ്യും, മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ എന്ത് ചെയ്യും, പലിശ ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഞാൻ എടുക്കുമ്പോൾ കൊടുത്ത പൈസ എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ആയിട്ട് മെച്യൂരിറ്റി. പ്രൊവൈഡ് ഫിക്സഡ് റിട്ടേൺസ് ടു ഇൻവെസ്റ്റേഴ്സ് വിത്തൗട്ട് ഡിലൂഷൻ ഓഫ് ഓണർഷിപ്പ് ഫോർ ദ കമ്പനി. കമ്പനിയുടെ ഓണർഷിപ്പ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സഡ് റിട്ടേൺ ലഭിക്കും. ഇനി partly convertible debentures. These are debentures where only a portion of the debt is convertible into equity shares. ഒരു ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാർട്ട്, നമ്മൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് എടുത്ത് അതിന് കുറച്ച് പാർട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യും. വൈ ദ റിമൈനിങ് പോർഷൻ റിമെയിൻ നോൺ കൺവേർട്ടബിൾ. allows the issuers to raise capital in the short term while still offering some potential for equity participation. ഇതെന്താ, ഇഷ്യൂവർക്ക് ഒരു ക്യാപിറ്റൽ ഷോർട്ട് ടേമിലേക്ക് റൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഫുള്ളി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്, അത് നമ്മൾ ദിസ് ഡിബെഞ്ചേഴ്സ് ആർ എൻറ്റയർലി കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ പ്രീ ഡിറ്റർമിൻഡ് പീരിയഡ്. ഒരു മുൻകൂട്ടി നിശ്ചയിച്ച പീരീഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെ എന്ത് പറയാം, fully convertible debentures എന്ന് പറയാം. Typically issued to raise capital with the expectation of future growth. Future growth പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യണത്, ഇത് ഇഷ്യൂ ചെയ്യുന്നത് ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാവും കരുതിക്കൊണ്ടാണ്. ഓക്കെ, ഇനി redeemable debentures. These are debentures that the issuer must repay to the investor after certain period. ഇതെന്താണ് redeemable debentures എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു കമ്പനിയുടെ ഡിബെഞ്ചർ എടുത്തു, എനിക്ക് എന്ത് ചെയ്യും, കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു സെർട്ടൺ പീരീഡ്, അതിനൊരു മെച്യൂരിറ്റി ഡേറ്റ് മുൻകൂട്ടി പറയും. ആ പീരീഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എനിക്ക് ഒരു റീപേ തിരിച്ച് ഞാൻ അടച്ച പൈസ എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ചു തരേണ്ടി വരും. ടു പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻസിംഗ് വിത്ത് ദ ഒബ്ലിഗേഷൻ ടു പേ ബാക്ക് ദ പ്രിൻസിപ്പൽ. പേ ബാക്ക് പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത്. ഇറഡീമബിൾ ഡിബെഞ്ചേഴ്സ് ഉണ്ട്, ആൾസോ നോൺ ആസ് പെർപെച്വൽ ബോണ്ട്. ദീസ് ഡിബെഞ്ചേഴ്സ് ഡു നോട്ട് ഹാവ് എ മെച്യൂരിറ്റി ഡേറ്റ്, ആർ നോട്ട് റിഡീമബിൾ. ഇത് മെച്യൂരിറ്റി ഉണ്ടാവില്ല, ഒരു മെച്യൂരിറ്റി പീരീഡ് ഒന്നും ഇതിനുണ്ടാവില്ല. ഇതെന്താ, റിഡീമബിൾ ചെയ്യണം എന്നില്ല. ടു റൈസ് ലോങ് ടേം പെർമനന്റ് ക്യാപിറ്റൽ ഫോർ കമ്പനിക്ക് ലോങ് ടേമിലേക്കുള്ള ഒരു പെർമനന്റ് ക്യാപിറ്റൽ ഇതിലൂടെ ലഭിക്കും. ദി ഇഷ്യൂർ ഓൺലി പേസ് പീരിയോഡിക് ഇൻട്രസ്റ്റ്. ഇത് എടുക്കുന്ന ആൾക്ക് എന്ത് ചെയ്യുള്ളൂ, പീരിയോഡിക് ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുകയുള്ളൂ. ഇനി ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. Government securities are debt instrument issued by the government to finance its physical deficit. ഗവൺമെന്റിന് ഉണ്ടാകുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെലവ് വരുമാനത്തെക്കാട്ട് കൂടുമ്പോഴാണ് ഡെഫിസിറ്റ് ഉണ്ടാവുന്നത്. അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദി സെക്യൂരിറ്റി ആർ കൺസിഡർഡ് വെരി ലോ റിസ്ക് ബിക്കോസ് ദേ ആർ ബാക്ക്ഡ് ബൈ ദ ഗവൺമെന്റ്. ഇത് ഗവൺമെന്റിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് ലോ റിസ്ക് ആയിട്ടുള്ള ഒന്നായിട്ടാണ് ഇത് കരുതുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ട്രഷറി ബില്ല്, ഷോർട്ട് ടൈം സെക്യൂരിറ്റി വിത്ത് എ മെച്യൂരിറ്റി ഓഫ് അപ് ടു 1 year ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഫേസ് വാല്യൂ. ഇത് ഷോർട്ട് ടൈമിലേക്ക് ഒരു 1 yearലുള്ള ഇതാണ്, ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഫേസ് വാല്യൂ. അതിനൊരു ഫേസ് വാല്യൂ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 500 രൂപയുടെ ഒന്നാണെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞാൽ ഞാൻ 500 രൂപയുടെ ഒന്ന് എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ 400-നായിരിക്കും ആ ട്രഷറി ബില്ല് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ അവർ പറയാം ഒരു വർഷം കഴിഞ്ഞാൽ ഇതിന്റെ വില 500 എന്നുള്ള രീതിയിൽ ഒരു ഉദാഹരണം പറയാം. അതാണ് ഡിസ്കൗണ്ട് അറ്റ് ടു ഫേസ് വാല്യൂ. ഇനി ഗവൺമെന്റ് ബോണ്ട് ലോങ് ടേം സെക്യൂരിറ്റി വിത്ത് എ മെച്യൂരിറ്റി ഓഫ് മോർ ദാൻ 1 year, ഒരു വർഷത്തിൽ കൂടുതലുള്ള ഇതിനെയാണ് എന്താ പറയാ, ഗവൺമെന്റ് ബോണ്ട് ലോങ് ടേം ആയിട്ടുള്ള സെക്യൂരിറ്റി ആണ്. ദിസ് കുഡ് ബി ഫിക്സഡ് റേറ്റ് ഓർ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. ഈ സേവിംഗ് ബോണ്ട്, ഗവൺമെന്റ് ബോണ്ട് സ്പെസിഫിക്കലി എയിം ടു അറ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഓഫർ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ടാക്സ് ബെനിഫിറ്റ്. സേവിംഗ് ബോണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ്. ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ എയിം ചെയ്തുകൊണ്ടാണ്. ഇതിനെന്ത് ചെയ്യും, ഓഫറിംഗ് ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ വർഷത്തിലോ അതിന് ഓരോ പീരിയഡിക്കലായിട്ട് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ്. ഇനി യൂറോ ഇഷ്യൂസ്. യൂറോ ഇഷ്യൂസ് റെഫേഴ്സ് ടു ദ സെയിൽ ഓഫ് സെക്യൂരിറ്റി ഇൻ ഫോറിൻ മാർക്കറ്റ്. ഫോറിൻ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഇതിനെന്താ പറയാ, യൂറോ ഇഷ്യൂസ്. ഇന്ത്യൻ കമ്പനീസ് ക്യാൻ റൈസ് ക്യാപിറ്റൽ ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് ത്രൂ ദി സെക്യൂരിറ്റി. ഇന്ത്യൻ കമ്പനീസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ കണ്ടെത്താൻ ഇതാണ് ഇഷ്യൂ ചെയ്യാറുള്ളത്. ഒന്നിൽ GDR, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. GDR are financial instrument representing shares in a foreign company that trade on international market. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷെയർ വിൽക്കുന്നതിന് എന്താ പറയുക, GDR എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റെപ്രസെന്റ് ഷെയർ ഇൻ എ ഫോറിൻ കമ്പനി ദാറ്റ് ട്രേഡ് ഓൺ ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് നടത്തുന്ന ഫോറിൻ കമ്പനിയുടെ ഷെയർ എന്ന് പറയാം GDR എന്ന് പറയാം. They allow foreign investors to invest in Indian company without having to deal with the Indian stock exchange directly. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ കമ്പനിക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും.
ടു ആക്സസ് ഗ്ലോബൽ ക്യാപിറ്റൽ ആൻഡ് ഇൻക്രീസ് വിസിബിലിറ്റി ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇതെന്ത് ചെയ്യും? ഇതിലൂടെ ഗ്ലോബൽ ലെവലിലുള്ള ക്യാപിറ്റൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻക്രീസ് വിസിബിലിറ്റി ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്, ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അടുത്ത ADR, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ADR സിമിലർ ടു GDR ബട്ട് ആർ ലിസ്റ്റഡ് ഓൺ USA. ഇത് US ഉള്ളതാണ്. അത് GDR സമാനമായിട്ടുള്ള ഒന്നാണ്. എക്സ്ചേഞ്ച് റെപ്രസെന്റ് ഇക്വിറ്റി ഇൻ നോൺ US കമ്പനി. നോൺ US കമ്പനിക്ക് ഉള്ളതാണ് ഏത്? അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. ടു റൈസ് ക്യാപിറ്റൽ ഫ്രം US ഇൻവെസ്റ്റേഴ്സ് വിച്ച് എൻഹാൻസ് ദ കമ്പനി ഇന്റർനാഷണൽ പ്രൊഫൈൽ. ഓക്കെ, ടു റൈസ് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടി ഫ്രം US ഇൻവെസ്റ്റേഴ്സിന്റെ നിന്ന് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്. ഇനി ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്, FCCBs are bond issued by Indian companies in foreign currency that can be converted into equity shares of the issuing company at a later date. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി എന്ത് ചെയ്യാണ്? ഫോറിൻ കറൻസിയിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിറ്റി ഷെയർ ആയിട്ട് ഒരു ലേറ്റർ ഡേറ്റിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ദ കൺവേർഷൻ ഈസ് ടിപ്പിക്കലി ഓഫർഡ് അറ്റ് എ പ്രീ സെറ്റ് പ്രൈസ്. ഇതിന്റെ കൺവേർഷൻ മുൻകൂട്ടി നിശ്ചയിച്ച പ്രൈസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു റൈസ് ക്യാപിറ്റൽ ഇൻ ഫോറിൻ കറൻസി വൈൽ പ്രൊവൈഡിങ് പൊട്ടൻഷ്യൽ കൺവേർഷൻ ടു ഇക്വിറ്റി എസ്പെഷ്യലി ഇൻ ടൈംസ് ഓഫ് ഗ്രോത്ത്. ഇതാണ് ഫോറിൻ കറൻസിയിലുള്ള ക്യാപിറ്റൽ ലഭിക്കുന്നതിന് വൈൽ പ്രൊവൈഡിങ് പൊട്ടൻഷ്യൽ കൺവേർഷൻ ഈ പെട്ടെന്ന് ഇക്വിറ്റിയിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. ഓക്കെ,